നല്ല ചൂടല്ലേ, നമുക്കിന്നൊരു ഇളനീർ ജ്യൂസ് ഉണ്ടാക്കാം. ഇളനീർ പുഡിംഗ് എന്ന് പറയുന്നതിന് അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇളനീരിൻ്റെ വെള്ളവും ഇളനീറും എടുത്തിട്ടുണ്ട്. ഇത് ചൈന ഗ്രാസാണ്. അത് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഒന്ന് തിളപ്പിച്ചിട്ട് അതൊന്നെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇളനീരിൻ്റെ വെള്ളം തന്നെയാണ് അതിലേക്ക് ഒഴിച്ചത്. ഒഴിച്ചൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളച്ചാൽ മതി. അപ്പം തന്നെ അത് ഉരുകും. ഇനി ഇതാ ഇളനീർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും വെക്കാം. കുറച്ച് ഞാൻ അരച്ചിട്ടും എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കട്ടി കൂടുതലായ ഇളനീർ മിക്സിയിലൊന്ന് അരച്ചെടുത്ത് ഇനി ഇതാ പുഡിംഗ് ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഇനി ഇപ്പുറത്തെ അടുപ്പിൽ നമുക്കൊന്ന് ഇളനീരിൻ്റെ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അതൊന്ന് ചൂടായാൽ മതി, തിളപ്പൊന്നും വേണ്ട. ചൂട് കാലത്ത് നമുക്ക് ഇതേപോലെ കഴിച്ചാൽ നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ആക്കുന്നത്. ഇതിന് നമുക്ക് ആ പുഡിംഗ് ഒന്ന് കട്ട പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിൽ അത് ഒഴിച്ച് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. പ്ലേറ്റിൽ ഒരു മണിക്കൂർ വെച്ച് ഇതിൻ്റെ ആറിയ പാട് അത് കഷ്ണങ്ങളാക്കാം. അതിലേക്ക് ഞാൻ പഞ്ചസാര ഇടുന്നത് കാണിക്കാൻ പറ്റിയില്ല. അതിലൊരു 3 സ്പൂൺ ഞാൻ പഞ്ചസാര ഇട്ടിനായിരുന്നു. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് കാരണമാണ് ഞാനത് പറയുന്നത്. പിന്നെ ഇളനീരിൻ്റെ വെള്ളത്തിലും കുറച്ച് പഞ്ചസാര ഇടണം. ഇനി നമുക്കതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. പഞ്ചസാര ഇട്ടാലാണ് ഈ പുഡിങ്ങിൻ്റെ കഷ്ണങ്ങൾ അതിന് പോയി മധുരം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കുമ്പോൾ. ഇളനീരിലെല്ലാം മധുരം ഉണ്ടാവും, എന്നാലും ഇതിലും കുറച്ച് പഞ്ചസാര ഇട്ടാലാണ് നല്ല മധുരം ഉണ്ടാവുക. ഇതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് പാല് അതേപോലെ നല്ല തിളപ്പിച്ച് കുറുക്കിയെടുക്കണേ. പാല് നല്ല കുറുകിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ പാല് കാച്ചുന്നത് കാണിച്ചിട്ടില്ല നിങ്ങളെ. ഞാൻ കാച്ചി അത് ആദ്യം എടുത്ത് വെച്ചിന്. അതേപോലെ ഇത് അരച്ച് എടുത്തിട്ട് വരാം ഇളനീർ. പിന്നെ ചെറിയ ഇളനീരിൻ്റെ നേരിയ ഇളനീർ അത് കടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്ത് വെക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് പാല് നിയോഗിക്കാം. നമുക്ക് ഇളനീരിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് നൈസിലൊന്നും അരക്കണ്ട, ഒരു കറുകറുപ്പായിട്ട് അരച്ചാൽ മതി. എന്നാലേ കുടിക്കുമ്പോൾ നല്ല അത് കഷ്ണങ്ങൾ വായിൽ വരുള്ളൂ. ഇത് ഞാൻ കഷ്ണാക്കി എടുത്ത് വെച്ചതാണ് ഇളനീർ. ഇനി നമുക്കിതിലേക്ക് പാല് ഒഴിക്കാം. നല്ല തിളപ്പിച്ച് കുറുക്കി ആറിയതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് വേണ്ടി കുടിക്കുക. ഐസ് കട്ടി വേണ്ടുന്നവർക്ക് അങ്ങനെ ഇടാം. ഞാൻ ഐസ് കട്ടിയൊന്നും ഇട്ടിട്ടില്ല. ഇത് വിശപ്പും തീരും ദാഹവും തീരും ഇങ്ങനെയാക്കി കഴിക്കുന്നത്. ആരെങ്കിലും പെട്ടെന്ന് വീട്ടിൽ വന്നാലും നമുക്കിത് ഒരു ഇളനീരോ പാലോ ഉണ്ടെങ്കിൽ ഇതുപോലെ ആക്കി കൊടുക്കാം. നല്ല വിശപ്പും തീരും ദാഹത്തിനും നല്ലതാണ്. ഇതിലേക്ക് മധുരം ഇടുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് കാരണം ഇതിൽ നിങ്ങളാക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടണം. ഇനി ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒരു 2 ഏലക്കായും ഇതിലേക്ക് പൊടിച്ചിടാം. ഒരാൾ പുഡിങ് ആക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇടും. ഞാനത് ലാസ്റ്റിലാണ് പൊടിച്ചിട്ടിടുക. ബാക്കി ഇളനീരിൻ്റെ വെള്ളവും അതിലേക്ക് ഒഴിക്കാം. നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കണ്ടിട്ട് ഇഷ്ടമുള്ളവർ ഇങ്ങനെ കഴിക്കുന്ന നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ആക്കി നോക്ക്. പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.